തിരുവനന്തപുരത്ത് സിനിമ തിയേറ്ററിൽ പോയി നിന്ന് വെള്ളത്തരം കാണിച്ച കമിതാക്കളുടെ വീഡിയോ എല്ലാം ഇപ്പം പോൺ സൈറ്റില് പൈസക്ക് വിൽക്കാൻ കിടക്കുന്നു. ഞാൻ കണ്ടില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടാണ്? CCTV ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകൾ. തിരുവനന്തപുരത്തെ കൈരളി, ശ്രീ നിള തിയേറ്ററുകളുടെ വീഡിയോകളാണ് പെയ്ഡ് സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. സൈബർ സെൽ അന്വേഷണം തുടങ്ങി. എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ ഇത്തരത്തിലുള്ള സൈറ്റുകളിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന സംശയം. അതിൽ ആദ്യത്തെ സംശയം, ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ക്ലൗഡുകൾ അത് ഹാക്ക് ചെയ്യപ്പെട്ടതാണോ എന്നുള്ളൊരു സംശയം പ്രധാനമായും ഉയരുന്നുണ്ട്. ദുർബലമായ സെക്യൂരിറ്റിയുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള ക്ലൗഡാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്ലൗഡ് ഹാക്ക് ചെയ്യപ്പെട്ടതാണോ എന്നുള്ള സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ CCTVകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഘട്ടത്തിൽ, അതൊക്കെ തന്നെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയതാണോ തുടങ്ങിയ സംശയങ്ങളും എന്തായാലും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും വളരെ ഞാൻ കണ്ടില്ല, ഇങ്ങനെയൊക്കെ ഇങ്ങനെ അറിഞ്ഞ് വീഡിയോസും വെളിയിൽ വന്നു. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ തിയേറ്ററിൽ പോയ സിനിമ കാണണം, അല്ലാത്ത പരിപാടിക്ക് നിൽക്കരുത്. അവിടെ CCTV ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. CCTV ഉണ്ടെന്ന് ഇനി മനസ്സിലാക്കണം. സിനിമ കാണാൻ പോയാൽ സിനിമ കണ്ടിട്ട് വരണം, കൂവണം, വിളിക്കണം, കൈകൊട്ടണം, പേപ്പർ വരികണം, ആ പരിപാടിക്ക് അങ്ങ് നിൽക്കണം. അല്ലാതെ വേറെ പരിപാടിക്ക് പോകരുത്. അതിനാണ് ലോഡ്ജ് ഓയോ കുറ്റിക്കാട് അവിടെ എവിടെയെങ്കിലൊക്കെ വിളിച്ചുകൊണ്ട് പോകണം. അല്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാധനം വരും. അതിപ്പം ആളില്ലാത്ത സിനിമയ്ക്ക് കയറിയിട്ട് പൈസ കുറവായുണ്ടായിരിക്കും, വേറെ സ്ഥലം നോക്കാൻ പൈസ കുറവുണ്ടായിരിക്കും, സിനിമയ്ക്ക് പോയിട്ട് എന്തായാലും ഇപ്പം അടിച്ച് കിട്ടി, പോയവർക്കെല്ലാം കിട്ടി. പിന്നെ തിയേറ്ററുകാരെ അതിനകത്ത് എന്തൊരു പറയാൻ പറ്റും? ഒന്നാമതേ CCTV ഒന്നും അവന്മാരൊന്നും ചെക്ക് ചെയ്യണ സാധനമൊന്നും ആയിരിക്കത്തില്ല. ഇത് വല്ല ഡാമേജോ എന്തെങ്കിലും ഇഷ്യൂ വന്ന സമയത്തായിരിക്കും ഇത് ചെക്ക് ചെയ്യാനായിട്ട് എവനെങ്കിലും വന്ന അതിന്റെ ക്ലൗഡ് കൈ കിട്ടിയ സമയത്ത് ഈ സാധനം കാണുന്നതും അവ എടുത്തിട്ട് പണിഞ്ഞതും. അങ്ങനെയായിരിക്കും ഈ പ്രശ്നം വന്നത്. അല്ലാതെ തിയേറ്ററുകാരിങ്ങനെ ചെയ്യൊന്നും അല്ല. കാരണം എന്തെങ്കിലും അടിയോ ബഹളോ കേസൊക്കെ ആവുന്ന സമയത്തായിരിക്കും അവന്മാർ ഈ CCTV എന്ന് പറഞ്ഞ സാധനം ചെക്ക് ചെയ്യണമല്ല. പിന്നെ ഇതിന്റെ ഒന്നും ക്ലൗഡും കാര്യമൊന്നും അത്ര വലിയ സേഫ്റ്റിയും സെക്യൂരിറ്റിയോ VPN ഒന്നും ഉള്ള സാധനമൊന്നും ആയിരിക്കില്ല. ഒരു സിനിമ തിയേറ്ററിന്റെ അല്ലേ, അങ്ങനെ കിട്ടിയതായിരിക്കും. എന്തായാലും കിട്ടിയാലും കിട്ടി, സുഖം. ഇനി ഫ്രീ ആയിട്ട് സൈറ്റിലൊക്കെ കിടന്ന് വില സാളിയാൻ